എന്തോ ഭാഗ്യത്തിന് ആക്രിക്കാരൻ വന്നുകൊണ്ട് പ്ലാസ്റ്റിക് ഉപ്പിയെല്ലാം കൊടുത്തു. അതുകൊണ്ട് ഭാഗ്യം തന്നെ. നാളായി കെട്ടി വെച്ചിട്ടാ. എന്നാ മോളെ പണിയാക്കുന്നേ? കഞ്ഞിയും കറിയല്ലായാ? അച്ഛ ചോറ് 2 നേരത്തേക്കും കൂടിയല്ലേ വെക്കല്. കുറച്ച് ചോറുണ്ട്, തോരക്കറി ആക്കി. ഇന്ന് മീനൊന്നും കിട്ടിയിട്ട് ഒരാളുണ്ട് മേലോട്ട് പോയിട്ട് മീൻ മേടിക്കാൻ. എന്നാ പിന്നെ ഓനോട് വിളിച്ചു പറഞ്ഞേ മീൻ കൊണ്ടുണ്ടാന്നേ. ഇതാ ഒരു മുസു, ഓന് നല്ല ഇഷ്ടമാണ് മുസു. ഇത് കറിയാക്കി കൊടുത്തവനെ. ഓ അച്ഛൻ മുഷുവാ കൊണ്ടുവന്നിനി. അച്ഛൻ ഇതിന്റെ തോല് പൊളിക്കണ്ട. ഇത് തോല് പൊളിക്കാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ ആ തോല് പൊളിക്കാണ്ട് വെറുതെ ആകുക. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോകാം. ഓനെ വിളിച്ചു പറയാൻ മറന്നക്കറി. നക്ഷുവോ, എന്റെ അച്ഛനോട് മീൻ കൊണ്ടുവരണ്ടാന്ന് വിളിച്ചു പറഞ്ഞ അച്ചാച്ചൻ കൊടുത്തു തന്നിട്ടുണ്ട് പറയും. എന്തെല്ലാം മീനായത്? ഈ മീന്റെ പേരെന്നാന്ന്? കാണും തന്നെ പേടിയാവുന്നു. ഈ മീന്റെ പേരാന്ന് മുഷു. തരണം ഏണേ, അച്ചാച്ചൻ ഒരു പണിയാക്കി തന്നതല്ലേ. എന്റെ അച്ഛനെ വരട്ടെ, എന്റെ അച്ഛനെ കൊണ്ടുതന്നെ തോല് ഒളിപ്പിക്കാം. ഇത് മടമുഷ അല്ലേ, സാധാ. വേഗം വിളിച്ചു പറയും. ഇപ്പൊ ആദ്യം കൊണ്ടുവരും മീൻ. വാ വേഗം പറയണേ. ഇതന്നെ. ഹലോ അച്ഛ, കേക്കുന്നുണ്ടോ? അച്ഛൻ മീൻ കൊണ്ടുവരണ്ടെന്ന് അമ്മ പറഞ്ഞിന്. അച്ഛൻ വില്ല മുഷൂനെ കൊണ്ടുവന്നിനി. ആ ശരി. ഈ അച്ഛൻ്റെ ഒരു കാര്യം, ഞാൻ മീൻ വാങ്ങാൻ പോയപ്പോ ഈ അച്ഛൻ ആദ്യം മീൻ വാങ്ങിച്ചു തരണം. അത് മുഷു. എനക്ക് നല്ല ഇഷ്ടമാണ് മുഷു എന്ന് അച്ഛൻ അറിയാം. അതായി വാങ്ങിയിട്ടുണ്ടാവും. ഞാൻ കഴുകിയാ ഞാൻ വിളിച്ച് നീ മുറിച്ച് റെഡിയാക്കിട്ടുണ്ടാവും. അനക്കാൻ വേണ്ടിട്ട് തോല് വലിക്കാൻ വേണ്ടി നീ ഇവിടെ വെച്ചാന്ന്. വലിയ മുഷു തന്നെയല്ലേ? കുറച്ച് വെണ്ണീരെടുക്ക്, ഞാൻ വലിച്ചു തരാം. കഴുകി വെച്ചിട്ടുണ്ടേ. കഷ്ണാക്കിക്കോ. ആ തല വേറെ കൊത്തി എടുത്തോട്ടാ. തല കളയല്ലേ, തല നല്ല ടേസ്റ്റ്. ആ തല കൊത്തിയിട്ട് കല്ലിട്ട് വെച്ചാൽ മതി. അപ്പം നമ്മുടെ മീനെല്ലാം നല്ല വൃത്തി മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഞാൻ തോല് കളഞ്ഞു, ലത മുറിച്ചു. എന്താ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നമ്മൾ ചെറിയ ഉള്ളി, കറിവേപ്പില, തക്കാളി 1, പച്ചമുളക്, പിന്നെ ലേശം കുടംപുളി. എന്നാൽ പിന്നെ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നക്ഷത്രം കുളിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. മീൻ കറി തയ്യാറാക്കുന്നത് കാണാൻ. അതാ ഷോ നേരത്തെ കുളിച്ചിനാ? അതെയാ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക്, കടുകൊന്ന് പൊട്ടിട്ട്. മീൻ കറിയിൽ കടുക് ഇടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില മീൻ കറിയിൽ നമ്മൾ ചേർക്കലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മീൻ കറിയിൽ നമ്മൾ ചേർക്കലുണ്ട്. അത് ഒരാളെ രുചിക്ക് അനുസരിച്ച് ചെയ്യുക അല്ലേ? കടുക് പൊട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടെ ഒന്ന് മൂത്ത് വരട്ട്. അങ്ങനെ നമ്മുടെ ഉലുവയും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി കൊണ്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി, രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നാലും അച്ഛൻ പാവം തന്നെ അല്ലേ? വാങ്ങിക്കൊണ്ടു. നീയാ തോല് വിളിച്ചു, ഞാനല്ല വിളിച്ചു. പാവ അച്ഛനാ. മുഷു എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് അച്ഛൻ അറിയാം. മുഷു ഏട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. അതുകൊണ്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവില്ല.
ഏട്ടാ അച്ഛനങ്ങനെ കൂട്ടുമില്ല ഈ മുശൊന്നും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പൊടികൾ ചേർക്കാം അല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയേ. അതിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുടംപുളി കേട്ടോ, കുടംപുളി കൂടി ഇട്ടിട്ടുണ്ട്. നോക്കണം, ഉപ്പ് നോക്കണേ. ഓക്കെ, അപ്പം നമ്മുടെ മസാല തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. തീ പാളി കത്തുന്നുണ്ടോ കേട്ടോ. ആ തലയെടുത്തിട്ടുണ്ട് കേട്ടോ. തല വെട്ടി പൊളിച്ചിനി അല്ലേ. തല എനിക്കിഷ്ടം ഭയങ്കര. ആ മുക്കിട്ട് മസാല മുങ്ങിക്കെടുക്കട്ടെ. നല്ല മണമുണ്ടോ? കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം. വിട്ട് അപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി അല്ലേ. ഇതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയേ. ലാസ്റ്റ് കുരുമുളകാണ് ഇതിൻ്റെ പ്രധാന രുചി കൂട്ടുന്ന സാധനം അല്ലേ. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിന് അടച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്നും കൂടെ റെഡി ആവട്ടെ അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മുശു. അപ്പോൾ ഇന്നത്തെ അത്താഴം കഴിക്കലായി. ചാറ് ചാറ് വെച്ച ചാറ്. അപ്പോൾ ഇന്ന് നശു ഞാനും കഴിക്കുന്നു അല്ല അച്ഛൻ. ഓക്കെ, അടച്ച കുഞ്ഞിക്ക് നല്ല പീസ് കൊടുത്തേ. അച്ഛന് മുശു വലിയ ഇഷ്ടമെന്നല്ല, എന്നാലും ഇനി രാവിലെ കൊണ്ട് കൊടുക്കാം അല്ലേ. അമ്മാമ്മ കൂട്ടും അല്ലേ. നാളേക്ക് ഒന്നുകൂടെ നല്ല ഇതാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി മുശു കറി, അതുപോലെ തന്നെ നമ്മുടെ വെള്ളിമാങ്ങ അച്ചാർ ഇനി കഴിഞ്ഞിട്ട് കേട്ടോ. കാണാത്തവരുണ്ട് കണ്ടോ, നമ്മൾ വെള്ളിമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഉണ്ട്, കാണാത്തവർ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുശുമീൻ്റെ ഇതാണ് കേട്ടോ, മുട്ട. നമ്മളിങ്ങോട്ട് ഇണറ് പറയും, അത് വറുത്തതാണ്. നച്ചു കഴിച്ചു നോക്കിയേ. രസമുണ്ടാ? ഉണ്ട് സൂപ്പർ. ആ, എന്നാ പിന്നെ അച്ഛൻ കഴിക്കാം. ആദ്യം നമ്മുടെ മൂച്ചൂരെ ഒരു കഷ്ണം. നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ടല്ല ചൂട്. ചോറിലൊക്കെ അങ്ങ് ഇടാം. കുറച്ചിതാ ചാറും കൂടി എടുക്കുക. എല്ലാം കൂടി ഇങ്ങനെ പിഴക്കിയിട്ട് പൊളിയില്ല. സംഭവം സൂപ്പർ കേട്ടോ.
അടിപൊളി കറി. കഷ്ണവും സൂപ്പർ. നല്ല ഒന്നും പറയാനില്ല. മസാലയും സൂപ്പർ, മീനും സൂപ്പർ. ഇരുമ്പുളിയാണ് കൃത്യമായി പിടിച്ച്. അയ്യോ ഒന്നും പറയാനില്ല. നമ്മുടെ മീൻ്റെ മുട്ട. മീൻ മുട്ട ചോറിലേക്ക് ഇടുക. ഇത് ചോറും മീൻ്റെ മുട്ടി എല്ലാം കുഴച്ച് വെച്ചിട്ടില്ല. ഒന്നും പറയാനില്ല. ഈ മീൻ്റെ മുട്ടയും നല്ല ടേസ്റ്റാണ് കേട്ടോ. തലയുണ്ട്. തലയെല്ലാം കൊത്തി പീസാക്കി. എന്നാ തലയിലരി. നമ്മളെല്ലാം സൈഡിടാം. വള്ളിമാങ്ങേൻ്റെ ഒരു കഷ്ണം. എന്നാ പിന്നെ അമ്മ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടാ. അല്ല അച്ചു, എന്നാ താറ്റോട്ടെ. ഓക്കെ.